ചേച്ചി ചേച്ചി എപ്പോഴാ വരിക? ഈസ ആനിയോടായി ചോദിച്ചു. ചേച്ചി നാളെ ഈവനിങ് എത്തുമോളെ. ചേച്ചി ഇല്ലാതെ ഒരു രസമില്ല, ഒന്ന് വേഗം വായോ. ചേച്ചി നാട്ടിലെത്തിയ ഉടനെ എൻ്റെ ഈസക്കുട്ടിയുടെ അടുത്തേക്ക് വരുമല്ലോ, അതുവരെ ഒന്ന് ക്ഷമിക്കടാ കുട്ടാ. ഓക്കെ ചേച്ചി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോളു. എന്ന മോള് കട്ട് ചെയ്തു. അതും പറഞ്ഞ് ആനി കോള് കട്ട് ചെയ്ത് ബെഡിലേക്ക് മറിഞ്ഞു. അവൾ ചിന്തിക്കുകയായിരുന്നു, തൻ്റെ ആരുമല്ലാതിരുന്ന ഈസമോൾ എങ്ങനെ ഇന്ന് തനിക്ക് ഇത്ര പ്രിയപ്പെട്ടവളായി. ഒരു ദിവസം പോലും താൻ ഈസമോളുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ തനിക്ക് പറ്റാത്തത് എന്താണ്? ഒരുപക്ഷെ തന്നെ പോലെ തന്നെ അവൾ അവളുടെ അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടാവാം. ഇവൾ ആനി, മാളിയേക്കൽ തറവാട്ടിലെ മോഹൻ തോമസ് മാളിയേക്കലിൻ്റെയും മീര മോഹൻ മാളിയേക്കലിൻ്റെയും ഒരേ ഒരു മകൾ ആനി മോഹൻ മാളിയേക്കൽ. ആനിക്ക് 18 വയസ്സാകുന്നവരെ അവളുടെ പപ്പയോടും അമ്മയോടൊപ്പം സ്വർഗതുല്യമായ ജീവിതമായിരുന്നു അവളുടേത്. എന്നാൽ ഒരു കാർ ആക്സിഡന്റ് രൂപത്തിൽ വിധി അവളുടെ പപ്പയുടെയും അമ്മയുടെയും ജീവനെടുത്തു. പിന്നീടാണ് അവൾ അറിഞ്ഞത് അത് വെറും ഒരു ആക്സിഡന്റിലായിരുന്നെന്നും തൻ്റെ പേരുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ പപ്പയുടെ ബന്ധുക്കൾ നടത്തിയ കൊലപാതകമാണെന്നും. ആകെ തകർന്നുപോയ സമയങ്ങൾ. സ്നേഹം നടിച്ചടുത്തുകൂടിയ ബന്ധുക്കളുടെ തനിനിറം മനസ്സിലാക്കാൻ പപ്പയുടെ വിശ്വസ്തനായ ബാലു അങ്കിൾ വേണ്ടി വന്നു. പിന്നീട് ബാലു അങ്കിളുടെ സഹായത്തോടെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ഒരേ ഒരു ലക്ഷ്യത്തോടെ തൻ്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തി തന്നെ അനാഥയാക്കിയവർക്ക് പപ്പയുടെ അധ്വാനത്തിൻ്റെ ഒരു പിടി മണ്ണ് പോലും നൽകില്ലെന്ന ദൃഢപ്രതിജ്ഞയോടെ. അങ്ങനെ 5 വർഷമായി പപ്പ നേടിയതിനൊക്കെ അവൾ കാവൽക്കാരിയായിട്ട്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഇസമോൾ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഒരു വൈകുന്നേരം വെറുതെ കടൽ തീരത്തൂടി നടക്കുമ്പോൾ 10-12 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി വയറിൽ കൈവച്ച് കരയുന്നു. അവളുടെ തൊട്ടടുത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായതയുടെ ഒരു ചെറുപ്പക്കാരൻ. എന്തോ അവരെ കണ്ട് തിരിഞ്ഞു പോകാൻ തോന്നിയില്ല. അവർക്കടുത്തേക്ക് ചെന്നു. എന്തു പറ്റി മോളെ നിനക്ക് അറിയുന്നേ? അത് എന്താണെന്നറിയില്ല, മോൾക്ക് പെട്ടെന്ന് വയറുവേദനിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയായിരുന്നു. ആ ചെറുപ്പക്കാരൻ വേവലാതിയോടെ പറഞ്ഞു. ആനി ആ കുട്ടിയെ നോക്കി. എനിക്ക് കാര്യം മനസ്സിലായി. അവൾ അയാളോട് പറഞ്ഞു, അതെ, നിങ്ങളുടെ കൂടെ സ്ത്രീകളാരുമില്ലേ? ഇല്ല, ഇതെൻ്റെ പെങ്ങളാ, ഞങ്ങൾക്ക് വേറെ ആരുമില്ല. വാ മോളെ, ഈ ചായ മോളെ എടുക്കാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അതെ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള വയറുവേദനയല്ലേ മോൾക്ക്, അതാ നിങ്ങളോട് ഞാൻ സ്ത്രീകളാരില്ലെന്ന് ചോദിച്ചു. അയാൾക്ക് ആനി പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി എന്നോണം അയാളുടെ മുഖത്ത് സന്തോഷവും അതോടൊപ്പം മോളുടെ അവസ്ഥയോർത്ത് സങ്കടവും തോന്നി. ഇല്ല, അവളെൻ്റെ പെങ്ങളാ, എനിക്ക് അവൾക്ക് ഞാനും മാത്രമേ ഉള്ളൂ. ഞാനെങ്ങനെയാ മോളെ, എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അയാൾ നിസ്സഹായതയോടെ പറഞ്ഞു. ആനിക്ക് അയാളുടെ അവസ്ഥയിൽ സഹതാപം തോന്നി. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാം. ആ ചെറുപ്പക്കാരൻ അവളെ നോക്കി. നിങ്ങളുടെ വീട് ഇവിടെ അടുത്താണോ? ആനി ചോദിച്ചു. ആ, ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ. ഓക്കെ, എന്നാൽ നിങ്ങൾ മോളെയും കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തോളാം. അയാൾ മോളെയും കൊണ്ട് വണ്ടിയിൽ കയറി. ആനി അയാളെ ഫോളോ ചെയ്തു. ഇടയ്ക്ക് മോൾക്ക് ആവശ്യമായ ഡ്രസ്സും പാഡും വാങ്ങാൻ അവൾ മറന്നില്ല. അങ്ങനെ വീട്ടിലെത്തി. ആനി മോളെ കുളിപ്പിച്ച് അവളെ റൂമിലിരുത്തി. കുളിപ്പിക്കുന്നതിനിടയിൽ അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അവളുടെ മോൾ ഇവിടെ ഇരുന്ന കേട്ടോ, ചേച്ചി ഇപ്പോൾ വരാം. അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. കുറച്ച് സമയം കൊണ്ട് ആനി അവൾക്ക് വേണ്ടപ്പെട്ട ആരുമായി മാറിയിരുന്നു. ആനി താഴേക്ക് വന്നപ്പോഴേക്കും അയാൾ ചായയുമായി വന്നിരുന്നു. എന്താ ചായ? ഇയാൾക്ക് ബുദ്ധിമുട്ടായില്ലേ? എനിവേ താങ്ക്സ്. ഓ, എന്ത് ബുദ്ധിമുട്ട്? ഇങ്ങനെ ഒരു അവസ്ഥയിൽ സഹായിക്കാൻ മനസ്സ് കാണിച്ചില്ലെങ്കിൽ ഞാനൊക്കെ ഒരു പെണ്ണാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഓക്കെ, എന്നാൽ ഇയാൾ ഇരിക്കുക, ഞാൻ മോൾക്ക് ചായ കൊടുത്തിട്ട് വരാം. അതെ, ഇപ്പം മോൾക്ക് ചായയിൽ കൊടുക്കേണ്ടത് വേറെ കുറച്ച് ഫുഡാ. അതെന്ത് ഫുഡാ? അത് കിച്ചൺ എവിടെയാന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കാം. ദാ അവിടെയാ കിച്ചൺ, താമ ഞാനും സഹായിക്കാം. അങ്ങനെ ആനി പറഞ്ഞ സാധനങ്ങൾക്ക് അയാൾ എടുത്തു കൊടുത്തു. അല്ല, ഞാൻ പേര് ചോദിക്കാൻ മറന്നു, മോളുടെ പേര് ചോദിച്ചു. ആനി അയാളെ നോക്കി പറഞ്ഞു. ഞാൻ എബിൻ ആൻ്റണി പാലക്കൽ. ഇവൾ ഇസ ആൻ്റണി പാലക്കൽ. എനിക്ക് 18 വയസ്സുള്ളപ്പോൾ അമ്മ അവളെ ഞങ്ങൾക്ക് തന്ന് കർത്താവിൻ്റെ അടുത്തേക്ക് പോയി. അമ്മയില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് തെളിയിച്ചുകൊണ്ട് അമ്മ പോയി. 2 മാസങ്ങൾക്ക് ഇപ്പുറം പപ്പയും ഞങ്ങൾ വിട്ടുപോയി. 2 മാസം പ്രായമുള്ള എൻ്റെ ഈസ മോളെയും കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചെന്ന് എനിക്ക് എൻ്റെ മോളായിരുന്നു പിന്നെ എല്ലാം. ഞാൻ ഓഫീസിൽ പോകുമ്പോൾ മോളുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു ചേച്ചി വരും, മിനി എന്നാ പേര്. അവൾ 2 ദിവസമായിട്ട് ലീവാണ്. അതാ വീട്ടിലാരില്ലെന്ന് ഞാൻ പറഞ്ഞേ. അല്ല, തന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ആനി മോഹൻ മാളിയേക്കൽ. അവൾ അവളുടെ കഥ എബിയോട് പറഞ്ഞു. അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നു. ആഹാ, അപ്പൊ നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ് അല്ലേടാ? എബി ആനിയെ നോക്കി പറഞ്ഞു. അവളൊന്ന് മൂളി. അല്ല, അപ്പൊ ബാലു അങ്കിളിപ്പോ? 3 മാസം മുമ്പ് അങ്കിളും പോയി, അറ്റാക്കായിരുന്നു. അദ്ദേഹത്തിന്റെ ഫാമിലി? ബാലു അങ്കിളി വിവാഹം കഴിച്ചിട്ടില്ല. അയ്യോ, കഥ പറഞ്ഞ സമയം പോയതറിഞ്ഞില്ല. ഞാനിത് മോൾക്ക് കൊടുത്തിട്ട് വരട്ടെ. ആനിയും മുകളിലേക്ക് കയറിപ്പോയി. അപ്പം ശരി, എന്നാൽ ചേച്ചി ഇറങ്ങാൻ മോളെ, നാളെ വരാം. ചേച്ചി തനിച്ചാണെന്നല്ലേ പറഞ്ഞ്, അപ്പം ചേച്ചിക്ക് എൻ്റെ അടുത്ത് നിന്നൂടെ? ഈസ ചോദിച്ചു. അയ്യോ, അത് പറ്റില്ല മോളെ, ചേച്ചിക്ക് ഓഫീസ് പോകണം, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ മോളി റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇച്ചാൻ പറയുന്ന കേട്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ. ചേച്ചി നാളെ വരാം. ഉറപ്പായിട്ടും വരും ചേച്ചി? ഉറപ്പായിട്ടും വരും. ആനി അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. ആനി പുറത്തേക്ക് ഇറങ്ങി.
ആ പിന്നെ മോൾക്ക് കൊടുക്കാനുള്ള ഫുഡൊക്കെ ഞാൻ പറഞ്ഞ പോലെ കൊടുക്കണം. പിന്നെ രാത്രി മോളുടെ റൂമിന് അരികിൽ തന്നെ ഉണ്ടാവണം, ആനി എബിയോട് പറഞ്ഞു. അത് ഞാൻ ശ്രദ്ധിച്ചോളാം. എനിവേ താങ്ക്സ്. എന്തിനാ താങ്ക്സ്? ആനി എബിയെ നോക്കി. ആരുമല്ലായിരുന്നിട്ടും തീർത്തും അപരിചിതയായ മോൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ? ഓഫീസിലെ തിരക്ക് എന്താണെന്ന് എനിക്കറിയാം. എന്നിട്ടും മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞില്ലേ പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണോ മാഷെ? അവൾ ചിരിയോടെ ചോദിച്ചു. അവളുടെ കാർ കണ്ണിൽ നിന്ന് മറയുന്നവരെ എബി നോക്കി നിന്നു. ഇസയുടെ ചടങ്ങ് കഴിയുന്നവരെ എല്ലാ ദിവസവും ആനി അവളെ കാണാൻ വന്ന് അവളുടെ കാര്യങ്ങളെല്ലാം നന്നായി നോക്കി. അവളുടെ ചേച്ചിയുടെ സ്നേഹസമ്മാനം ഇസക്കുട്ടിയുടെ കഴുത്തിൽ അണിയിക്കുമ്പോൾ അവൾ ആനിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ആനിയുടെയും കണ്ണിന്ന് എബിയുടെയും കണ്ണുകളും നിറഞ്ഞു. പിന്നെ വല്ലപ്പോഴും ആനി ഇസയെ കാണാൻ പോകും. ചിലപ്പോൾ എബിയും ഇസയും ആനിയുടെ വീട്ടിലേക്ക് പോകും. ഇപ്പോൾ 2 വർഷത്തിനിപ്പുറവും അവരുടെ സ്നേഹം കൂടുന്നതല്ലാതെ ഒരു പടി പോലും കുറഞ്ഞിട്ടില്ല. ഒരു ഒഫീഷ്യൽ മീറ്റിംഗിന്റെ ഭാഗമായി ഡൽഹിയിലാണ് ആനി. അവിടെ നിന്നാണ് ഇസമോളെ വിളിച്ചത്. കോളിംഗ് ബെല്ല് കേട്ട് മിനി ചേച്ചിയാണ് വാതിൽ തുറന്നത്. മിനി ചേച്ചി, ആനി മോള്? അവർ ചോദിച്ചു. അതെ, ചേച്ചിക്ക് എങ്ങനെ അറിയാം? എന്നെ മോൾക്ക് എങ്ങനെ അറിയാവൂ? അങ്ങനെ അവർ ചിരിയോടെ പറഞ്ഞു. വാ മോളെ. മോളെന്ത് ചേച്ചി? റൂമിലുണ്ട് മോളെ, ഞാൻ മോൾക്ക് കുടിക്കാനെടുക്കാം. ശരി ചേച്ചി. ആനി മുകളിലേക്ക് പോയി. ആനി പതുക്കെ ചെന്ന് ഈസയുടെ കണ്ണുപുത്തി. ആനി ചേച്ചി, ഈസ സന്തോഷത്തോടെ പറഞ്ഞു. ആനി അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അവൾക്കായി വാങ്ങിയ ചോക്ലേറ്റ് അവൾക്ക് നൽകി. താങ്ക് യു ചേച്ചി. അവൾ ആനിയുടെ കവിളിൽ ഉമ്മ വെച്ചു. മിനി കൊണ്ടുവന്ന ജ്യൂസ് കുടിച്ച് രണ്ടുപേരും താഴേക്ക് ഇറങ്ങി.